അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പല കാരണങ്ങളാൽ കോലം മറിക്കപ്പെട്ട് മനുഷ്യരെ കോലം മറിക്കപ്പെട്ട് 13 ജീവികളായി മാറിയ അതിനെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. അലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് കൻസുൽ ഉമ്മാൻ എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിലെ 15254 ഹദീസ് നമ്പറായി പറയാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നു, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അനിൽ മസൂഖി, നബി തങ്ങളോട് കോലം മറിക്കപ്പെട്ട് വന്ന ജീവികളെ കുറിച്ച് ചോദിക്കപ്പെട്ടു. മനുഷ്യന്മാർ കോലം മറിഞ്ഞിട്ട് എത്ര ആളുകൾ ഉണ്ടായിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് നബിതങ്ങളോട് ചോദിക്കപ്പെട്ടു. ഫഖാല, അപ്പം നബിതങ്ങൾ പറഞ്ഞു, ഹും സലാസത്ത അശറ, അങ്ങനെ 13 എണ്ണമുണ്ട്. പണ്ട് മനുഷ്യനായിരുന്നു, പിന്നെ പാപം ചെയ്തതിൻ്റെ പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ കോലം മറിക്കപ്പെട്ട് വന്ന 13 ജീവികൾ. അൽ ഫീല് ഒന്ന് ആനയാണ്, വദ്ദബ്ബു മറ്റൊന്ന് കരടിയാണ്, വൽ ഖിൻസീറു പന്നി, വൽ ഖിർദു പിന്നെ കുരങ്ങ്, പിന്നെ വൽ ജിർരീസ്, ജിർരീസ് എന്ന് പറഞ്ഞാൽ ആരൽമീൻ, വല്ലബ്ബു ഉടുമ്പ്, വൽ വത്വാത്ത് അതുപോലെ വവ്വാൽ, വൽ അക്റബു തേള്, വദ്ദഅമൂസ്, ദഅമൂസ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിലുള്ള ഒരു ചെറിയ ഒരു ജീവിയാണ്, വൽ അങ്കബൂത്തു അതുപോലെ 8 കാലി, വൽ അർനബു മുഴൽ, വസുഹൈൽ ഒരു നക്ഷത്രം, വസ്സഹറത്തു ഒരു പുഷ്പം. ഈ ജീവികളെല്ലാം പഴയ കാലത്ത് മനുഷ്യന്മാരായിരുന്നു. പിന്നീട് അവർ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ പേരിൽ ജീവികളായി അല്ലാഹു തആല കോലം മറിക്കപ്പെട്ടു. ഫഖീല, അപ്പോൾ ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരെ, മാ സബബു മസ്ഖിഹിന്ന, ഇവകളൊക്കെ കോലം മറിക്കപ്പെടാനുള്ള കാരണം എന്താ? ഖാല, അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അമ്മൽ ഫീലു, ആനയായിട്ട് ഒരു മനുഷ്യൻ മാറാനുള്ള കാരണം, ഫക്കാന റജുലൻ ജബ്ബാറൻ ലൂത്തിയൻ ലാ യദഉ റത്ബൻ വലാ യാബിസ. ഫീല് പഴയ കാലത്ത് ഒരു മനുഷ്യനായിരുന്നു, ഒരു പോക്കിരിയായ മനുഷ്യൻ, ബുധഭോഗം നടത്തുന്ന ഒരു മനുഷ്യനായിരുന്നു. ബുധത്തിൽ ഭോഗിക്കാൻ പാടില്ല, സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും എന്നറിയാത്തവരില്ലല്ലോ. പക്ഷെ അങ്ങനെ ആരെ കിട്ടിയാലും ഈ ദുർവൃത്തി ചെയ്യുന്ന ഒരാളായിരുന്നു പണ്ട് ഫീല് പ്രതിനിധാനം ചെയ്തിരുന്ന മനുഷ്യൻ. അങ്ങനെ ആ മനുഷ്യനെ അല്ലാഹു തആല കുറ്റകൃത്യം കൊണ്ട് ആനയാക്കി മറിച്ചു. അപ്പൊ കരടി ഉണ്ടായത് എങ്ങനെയെന്നറിയാം. ഫക്കാന മുഅന്നസൻ യദ്ഉ റിജാല ഇലാ നഫ്സി, വ്യഭിചാരം ചെയ്യാൻ വേണ്ടിയിട്ട് പുരുഷന്മാരെ സ്വന്തത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു വരുത്തുന്ന പണിയായിരുന്നു. അങ്ങനത്തെ ഒരു പെണ്ണായിരുന്നു പണ്ട് കരടി. അല്ലാഹു തആല നിരന്തരമായി ആ പാപം ചെയ്തപ്പോൾ കരടിയാക്കി മാറ്റിമറിച്ചു എന്നാണ്. പിന്നെ ഖിൻസീർ പന്നി, 7 തൊട്ടാൽ അല്ല, 1 പ്രാവശ്യം തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണമെന്ന് പഠിപ്പിച്ച ജീവിയാണല്ലോ. അത് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഫക്കാന മിനൻ നസ്വാറ അല്ലദീന സഅലുൽ മായിദ, ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരാളായിരുന്നു. അള്ളാഹുവിനോട് ഒരു സുപ്ര ആവശ്യപ്പെട്ടു, ഭക്ഷണം കഴിക്കാനുള്ള സുപ്ര ആവശ്യപ്പെട്ടു. പടച്ചോനെ, ഞങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം നീ ആകാശത്ത് നിന്ന് ഇറക്കിത്തരണോ എന്ന് പറഞ്ഞിട്ട് നസാറാക്കൾ, ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹം അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയും അതനുസരിച്ചുകൊണ്ട് അള്ളാഹു തആല ഇറക്കുകയും ചെയ്തപ്പോൾ അതിനെ നിഷേധിച്ചു കളഞ്ഞു. അങ്ങനെ ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരാളാണ് പിന്നീട് എന്തായത്? പന്നിയായിപ്പോയത്. വാമൽ കരുതു, അപ്പോൾ കുരങ്ങനുണ്ടായത് എങ്ങനെയാണെന്നറിയാം. അപ്പോൾ യഹൂദുൻ ഇഅ്തദൗ ഫിസ്സബ്തി, ശനിയാഴ്ചയിൽ നിങ്ങൾ മീൻ പിടിക്കാൻ പോകരുത്, വേട്ടയാടാൻ പോകരുത്, പള്ളിയിൽ പോകണം, ചർച്ചിൽ പോകണം, ആരാധിക്കാൻ എന്ന് പറഞ്ഞ ജൂതന്മാരിൽപ്പെട്ട ആളായിരുന്നു. പക്ഷേ കൂടുതൽ മത്സ്യം കിട്ടുന്ന ദിവസമാണ് ശനിയാഴ്ച.
അതുകൊണ്ട് പള്ളിയിൽ പോകാതെ അവർ വേട്ടയാടാൻ പോയതിൻ്റെ കാരണം കൊണ്ട് ഒരു ജൂതൻ കുരങ്ങനായി മാറി. കുരങ്ങന്മാർ മനുഷ്യന്മാരായതല്ല, പിന്നെ മനുഷ്യൻ കുരങ്ങനായതാണ്. ഡാർവിൻ സിദ്ധാന്തം ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നാണ്. വമ്മൽ ജെർരീസ്, ജെർരീസ് എന്ന് പറഞ്ഞാൽ ആരാന്നറിയാം? ജെർരീസ് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക, ആരൽമീൻ അറിയാലോ, ആരൽമീൻ അല്ലേ, ആരല് എന്ന് അറിയില്ല. ഈ ജെർരീസ് ഫക്കാന ദയ്യൂസൻ യദ്ഉ الرجال الى امرأته, തൻ്റെ സ്വന്തം ഭാര്യയിലേക്ക് മറ്റുള്ള പുരുഷന്മാരെ വിളിച്ചു വരുത്തുന്ന ആൾ എന്ന് പറഞ്ഞാൽ കൂട്ടിക്കൊടുക്കുന്ന ആൾ, സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുക്കുന്ന ആളായിരുന്നു ഈ ആരൽമീൻ എന്ന് പറഞ്ഞാൽ. അങ്ങനത്തെ ഒരു മനുഷ്യനെയാണ് അല്ലാഹു തആല ആരൽമീനാക്കിയിട്ട് മാറ്റിമറിച്ചത്. ഇവിടെയൊക്കെ നമുക്കൊരു സംശയം ഉണ്ടാകുമ്പോൾ നമ്മൾ ആരൽമീനും ഉടുമ്പൊക്കെ കഴിക്കുന്നുണ്ടല്ലോ ഉസ്താദ്, അപ്പോൾ എങ്ങനെയാണ്? ഇവിടെ ഇതിന് വിശദീകരണം പറയുന്നത് അല്ലാഹു തആല ഈ മാറ്റിമറിക്കപ്പെട്ട ഈ ജീവികളുടെയൊക്കെ വംശനാശം വന്നുപോയി. ആ വംശത്തിലുള്ള ജീവികളല്ല ഇന്ന് നമ്മൾ കാണുന്നതെന്നാണ്. കാരണം ഇപ്പോൾ എട്ടുകാലിയെ നമ്മൾ കൊല്ലുന്നുണ്ടല്ലോ. സത്യത്തിൽ എട്ടുകാലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പല ഒരുക്കി കൊടുത്ത ജീവിയാണ്. എന്നിട്ട് എട്ടുകാലിയെ നമ്മൾ കൊല്ലുന്നുണ്ട്. അപ്പോൾ അതിന് മഹാന്മാരായ ഉലമാ മറുപടി പറഞ്ഞതെന്ന് വെച്ചാൽ ആ എട്ടുകാലിയുടെ വംശം നിന്നുപോയി, ഇപ്പോൾ ഉള്ളത് വേറെ എട്ടുകാലിയാണ് എന്നതുപോലെ. ഈ ജീവികൾ ഇനിയിപ്പോൾ അതേ ജീവികളാണെന്ന് വെച്ചാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഈ ജീവികൾ ഉണ്ടാകാനുള്ളൊരു കാരണം ഇങ്ങനെ ഉണ്ട് എന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉടുമ്പ് കൊടുന്നു കൊടുത്തപ്പോൾ എനിക്കത് വേണ്ട, കാരണം അത് കോലം മരിക്കപ്പെട്ട ജീവിയാണ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഉടുമ്പ് വിരോധിച്ചു എന്നും കാണാം. ഏതായിരുന്നാലും ഈ പിന്നെ ജെർരീസ് എന്ന് പറയുന്ന ഈ ആരൽ മീൻ അത് പഴയ കാലത്ത് സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുക്കുന്ന ഒരു ഭർത്താവായിരുന്നു. അല്ലാഹു തആല ആ ദുർവൃത്തി ചെയ്തതിൻ്റെ ശിക്ഷയായി ഒരു മത്സ്യമായി മറിക്കപ്പെട്ടു. അമ്മല്ലബു, അപ്പോൾ ഉടുമ്പ്, ഫകാന അറാബിയൻ യസ്റഖുൽ ഹാജ ബിമിഹ്ജനിഹി, ഹാജിമാർ കൊണ്ടുവരുന്ന ഭക്ഷണത്തെ മോഷ്ടിക്കുന്ന ആളായിരുന്നു. ഹാജിമാർ ഹജ്ജിന് വരുമ്പോൾ കൊണ്ടുവരുന്ന ഭക്ഷണം മോഷ്ടിക്കുന്ന പരിപാടിയാണ്. അങ്ങനത്തെ ഒരാളെയാണ് പിന്നീട് ഉടുമ്പാക്കി മാറ്റിയത് എന്നാണ്. വലിയൊരു അത്ഭുതമുള്ള ജീവിയാണ് ഉടുമ്പ്. 20 ദിവസമൊക്കെ വെള്ളം കുടിക്കാതെ ജീവിക്കുന്ന പറയുന്നത്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തിന്നാൻ പറ്റുന്ന ജീവികളെ വിശദീകരിച്ചപ്പോൾ ഉടുമ്പിനെ കുറിച്ച് വളരെ വിശാലമായി സംസാരിച്ചത് തുഹ്ഫയിൽ നമുക്ക് കാണാം. ഇതിൽ നിന്നൊക്കെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ വിശദീകരിക്കുന്നുണ്ട്, ആണ് പെണ്ണായാൽ എന്താണ് നിയമം, പെണ്ണ് ആണായാൽ എന്താണ് നിയമം എന്ന് പറഞ്ഞാൽ, ആണായ ഒരാൾ പെണ്ണായി, പെണ്ണായ ഒരാൾ ആണായി. എന്നാൽ ആദ്യത്തെ പെണ്ണിനെയാണോ അംഗീകരിക്കുന്നത്, അല്ല പിന്നീട് വന്ന ആണിനെയാണോ അംഗീകരിക്കുന്നത്? ഇസ്ലാമിൽ ചർച്ചയാണ്. നമ്മുടെ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ലോകത്ത് എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായാലും അതിനെക്കുറിച്ചെല്ലാം വിശാലമായ ഒരു കാഴ്ചപ്പാട്. ആണ് പെണ്ണായാൽ അവർ തമ്മിലുള്ള വിവാഹത്തിൻ്റെ നിലപാട് എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യണം. അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ മരിച്ചാൽ ആ മരിച്ചതിൻ്റെ അനന്തരാവകാശം കിട്ടണമല്ലോ. അപ്പോൾ അത് പെണ്ണിൻ്റെ അവകാശം കൊടുക്കണോ ആണിൻ്റെ അവകാശം കൊടുക്കണോ? ചർച്ചയാണ്. അപ്പോൾ ഒരാണ് പെണ്ണായാലും പെണ്ണ് ആണായാലും എന്താണ് മതവിധി എന്നതിന് മഹാനവറുകൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞത് രണ്ടാമത്തെ വിധിയാണ് നോക്കുക എന്നാണ്. അതിന് മഹാനവറുകൾ പറഞ്ഞത് ഈ ഉടുമ്പിൻ്റെ ഹദീസാണ്. ഉടുമ്പ് പണ്ട് ഒരു മനുഷ്യനായിരുന്നു, സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യനെയാണ് അല്ലാഹു തആല ഉടുമ്പാക്കി മാറ്റിയത്. അപ്പോൾ മനുഷ്യനെ തിന്നാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ ഉടുമ്പിനെ തിന്നാൻ പറ്റുമോ? പറ്റും. കേട്ടോ, അപ്പോൾ മനുഷ്യനല്ലേ ഉടുമ്പായത്. മനുഷ്യനെ തിന്നാൻ പാടില്ലായിരുന്നു, ഉടുമ്പിനെ തിന്നാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ ഈ മനുഷ്യന്റെ ഒരു മനുഷ്യൻ കോലം മറിക്കപ്പെട്ടാൽ, അഥവാ ആണ് പെണ്ണായാൽ പെണ്ണ് ആണായാൽ ആദ്യത്തെ അവസ്ഥയിലേക്ക് നോക്കൂല, രണ്ടാമത്തെ അവസ്ഥയിലേക്കേ നോക്കുള്ളൂ എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം പണ്ട് മനുഷ്യനായിരുന്നു എന്ന അവസ്ഥയിലേക്ക് നോക്കിയാൽ ഉടുമ്പിനെ ഇപ്പോഴും തിന്നാൻ പാടില്ല, പക്ഷേ ഉടുമ്പിനെ തിന്നാം എന്ന് ഇസ്ലാം പറയുന്നു. അപ്പോൾ ഒരാണ് പെണ്ണായാൽ പെണ്ണിന്റെ വിധിയാണ്, പെണ്ണ് ആണായാൽ രണ്ടാമതായി വന്ന ആണിന്റെ വിധിയാണ്. അതിന് ഈ ഹദീസാണ് തെളിവ്. പണ്ട് സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, എന്നിട്ടത് ഉടുമ്പായി മാറിയപ്പോൾ ഉടുമ്പിനെ തിന്നാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കോലം മരിക്കപ്പെട്ട ജീവിയാണ്, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഉടുമ്പ് കഴിച്ചില്ല എന്ന് നമുക്ക് കാണാം. ഏതായിരുന്നാലും ഉടുമ്പ് എന്ന രൂപം അങ്ങനെ. വഅമൽ ഒത്തുവാത്ത് ഉണ്ടല്ലോ, അഥവാ നമ്മുടെ വവ്വാൽ. അതെങ്ങനെയാ വവ്വാലായത്? ഫക്കാന റജുലൻ യസ്റഖു സിമാര മിൻ റൂസിൻ നഖ്ലി, ഈത്തപ്പന കുലകളിൽ നിന്ന് പഴങ്ങൾ കട്ടുകൊണ്ട് പോകുന്ന ഒരാളായിരുന്നു. അങ്ങനെയാണ് വവ്വാലാക്കി മാറ്റിയത്. അല്ലാഹു തആല ഈ ശിക്ഷയെല്ലാം ഈ ഉമ്മത്തിൽ നിന്ന് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. എങ്കിലും ഇതിൽ നമുക്ക് പഠിക്കാനുള്ള പാഠം, ഇവരെന്തുകൊണ്ട് ഇങ്ങനെയായി, അവർ ചെയ്ത തെറ്റുകൾ എന്തായിരുന്നു, ആ തെറ്റുകൾ വളരെ ഗൗരവമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വഅമ്മൽ അഖറബു, തേള്. എങ്ങനെയാ തേളായി മാറിയത്? ഫക്കാന ലാ യസ്ലമു അഹദുൻ മിൻ ലിസാനിഹി, തന്റെ നാവിൽ നിന്ന് ഒരാളും രക്ഷപ്പെടുകയില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. കാണുന്ന ആളുകളെയൊക്കെ കുറ്റം പറയാ, ഗീബത്ത് പറയാ, നമീമത്ത് പറയാ. അങ്ങനത്തെ ഒരാളെയാണ് അല്ലാഹു തആല പിന്നീട് തേളാക്കി മാറ്റിയത്. നിങ്ങൾ നോക്കൂ, ദഅമൂസു എന്ന് പറയുന്ന വെള്ളത്തിലുണ്ടാകുന്ന ഒരു ചെറിയ ജീവി, വലിയ തലയും ചെറിയൊരു വാലുമാണ്. അതാണ് ദഅമൂസ്. വലിയ തലയാണ്, ഭയങ്കര ഉണ്ട്, രണ്ട് കണ്ണും ഉണ്ടാവും, ചെറിയ ഒരു വാലും ഉണ്ടാവും, സ്പ്രിങ് പോലത്തെ ഒരു വാല്. ഞാൻ നെറ്റിലടിച്ചിട്ട് കണ്ടാണ് കേട്ടോ. ആ ദഅമൂസ് എന്ന് പറയുന്ന ആ ജീവി ഫക്കാന നമ്മാമൻ, ഏഷണിക്കാരനായിരുന്നു. സുഹൃത്തുക്കൾക്കിടയിൽ ഫിത്ന പറഞ്ഞുണ്ടാക്കിയിട്ട്, ഏഷണി ഉണ്ടാക്കിയിട്ട് പരസ്പരം തെറ്റിക്കുന്ന ഏഷണിക്കാരനായിരുന്നു ദഅമൂസ് എന്ന് പറയുന്ന ജീവി. വൽ അമ്മൽ അങ്കബൂത്തു, എട്ടുകാലി ഉണ്ടായത് എങ്ങനെയാണെന്നറിയോ? ഫംറഅത്തുൻ സഹറത്ത് സൗജഹാ, സ്വന്തം ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെതിരെ മാരണം ചെയ്ത ഒരു പെണ്ണായിരുന്നു അങ്കബൂത്ത്. അങ്കബൂത്ത്, എട്ടുകാലി, ഒരുപാട് പഠിക്കാണ്ടല്ലോ എട്ടുകാലി. സൂറത്തുൽ അങ്കബൂത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു സൂറത്ത് തന്നെ അല്ലാഹു തആല ഒരുക്കിയിരിക്കുകയാണ്. അങ്കബൂത്ത് പലവർക്ക് സ്വന്തമായി വീടുണ്ടാക്കുന്ന ഒരു ജീവിയാണ്. നമുക്കൊരു വീടുണ്ടാക്കണമെങ്കിൽ എത്ര ആളുകളുടെ സഹായം വേണം എന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. നമ്മളൊരു വീട്, നമ്മൾ എത്ര വലിയ ബുദ്ധിജീവിയാണ്, കഴിവുള്ള ആളാണ്, ആരോഗ്യവാനാണ് എന്നൊക്കെ പറഞ്ഞാലും നമ്മളൊരു വീടുണ്ടാക്കാൻ ഒരു 10,000 ആളുകളുടെ സഹായം ആ വീടിൻ്റെ പിന്നിൽ വന്നിട്ടുണ്ടാവും. ഓ, ഇത്രയൊക്കെ ഉണ്ടാവുമോ നിങ്ങൾ ചിന്തിക്കും. അത്രയല്ല, അതിൻ്റെ മേലെ ഉണ്ടാവും. കാരണം ഒരു കമ്പി ഉണ്ടാക്കണമെങ്കിൽ ആ കമ്പിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന കമ്പനിയിൽ എത്ര ആൾക്കാർ ജോലി ചെയ്യണം? ആ കമ്പി ഉണ്ടാക്കുന്ന മിഷനറിയുടെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ എത്രയാണ്? ആ മിഷനറിയുടെ ഓരോ പാർട്സുകളും ഓരോ സ്ഥലത്തുണ്ടാക്കിയതാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എത്ര ആൾക്കാരാണ്? അപ്പോൾ ആ മിഷനറി ഉണ്ടാക്കാൻ പ്രവർത്തിച്ചത് പിന്നെ എത്ര ആൾക്കാരാണ്? അങ്ങനെ അങ്ങോട്ട് പോയാൽ 1000, 10,000 ഒക്കെ ഉണ്ടാവും. പക്ഷെ എട്ടുകാലി എന്ന് പറയുന്ന ഒരു ജീവി 4 ചാട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടി അതിങ്ങനെ ഒരു വീടാക്കി മാറ്റുന്നു. ഇങ്ങനെ മൂപ്പരിങ്ങനെ ഇരിക്കും ഒരു സ്ഥലത്ത്. ഏതെങ്കിലും ഒരു പ്രാണി വന്നിട്ട് അതിൽ കുടുങ്ങിപ്പോയാൽ ഉടനെ ചാടി മൂപ്പര് ശരിയാക്കി. സ്വന്തം കുട്ടികളെ തിന്നുന്ന ജീവിയാണ് അങ്കബൂത്ത് എന്നാണ്. പ്രസവിക്കുകയും ചെയ്യും, അതുപോലെ കുട്ടികളെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇപ്പം നമ്മൾ വിശദീകരിക്കുന്നില്ല. ഏതായിരുന്നാലും അങ്കബൂത്ത് എന്ന് പറയുന്ന ഈ എട്ടുകാലി ഭർത്താവിനെ സിഹർ ചെയ്ത ഒരു പെണ്ണായിരുന്നു. വാമൽ അർണബു, മുയൽ. അങ്ങനെ മുയലുണ്ടായത് ഫക്കാനത്തി ഇമ്രാത്തൻ ലാ തത്ഹുറു മിനൽ ഹയലി. മുയൽ പണ്ട് ഒരു പെണ്ണായിരുന്നു, ഹയദിനെ തൊട്ട് ശുദ്ധി വരുത്തില്ല.
ഇംറാത്തുൻ ലാ തത്ഹുറു മിനൽ ഹൈദ്, ഹൈദിൽ നിന്ന് ശുദ്ധി വരുത്താത്ത ഒരു പെണ്ണായിരുന്നു അർനബ് എന്ന് പറയുന്നത്. അമ്മാ സുഹൈലുൻ, സുഹൈൽ നക്ഷത്രം ഫകാന അശ്ശാറൻ ബിൽ യമൻ, അതും ഇതുപോലെ തന്നെ യമനിലുള്ള ഒരു മോഷ്ടാവായിരുന്നു. അമ്മ സഹറ, സഹറത്ത് എന്ന് പറഞ്ഞാൽ അതൊരു പുഷ്പമാണ്. ഫകാനത്ത് ബിൻതൻ ലിബഅദിൽ മുലൂകി മിൻ ബനി ഇസ്രായീല ഇഫ്തതന ബിഹാ ഹാറൂത വമാറൂത്. അല്ലാഹു തആല ഈ ലോകത്തേക്ക് 2 മലക്കുകളെ പറഞ്ഞു വിട്ടു, മനുഷ്യകോലത്തിൽ ഹാറൂത്തും മാറൂത്തും. ആദം നബി അലൈഹിസ്സലാമിനെതിരെ വെല്ലുവിളിച്ച മലക്കുകൾ ആദം നബിയെ സൃഷ്ടിക്കാൻ പോവാണ് എന്ന് അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞപ്പോൾ മലക്കുകൾ പറഞ്ഞു, എന്തിനാ പടച്ചനെ ഇവിടെ ലോകത്ത് കുഴപ്പമുണ്ടാക്കണ മനുഷ്യന്മാരെ സൃഷ്ടിക്കണം. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. മനുഷ്യന്മാർ വരുന്നതിന് മുമ്പ് ഇവിടെ ജിന്നുകൾ ഉണ്ടായിരുന്നു. എന്നാലും നമ്മളെ കുട്ടികൾക്ക് തഫ്സീറിൽ അതായിരുന്നു പാഠം. ഈ ജിന്നുകൾ ഇവിടെ വന്നിട്ട് ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അവരെ അടിച്ച് ഓട്ടിക്കാൻ വേണ്ടി അല്ലാഹു തആല ഇബ്ലീസിന്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ അയച്ചതാണ്. അപ്പോൾ അല്ലാഹു തആലയോട് അവർ ചോദിച്ചു, ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞില്ലേ ഇവരെ സൃഷ്ടിക്കേണ്ടവർ കുഴപ്പക്കാരാണ്. അപ്പോൾ അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു, മനുഷ്യന്റെ പ്രകൃതി നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ ഇതല്ല ഇതിലപ്പുറം ചെയ്യും. പിന്നെ സംശയം ഉണ്ടോന്ന് വെച്ചു. സംശയമുണ്ട് പറഞ്ഞു. എന്നാൽ ഞാൻ നിങ്ങൾക്ക് പരീക്ഷണത്തിന് വേണ്ടി 2 ആളെ തരട്ടെ എന്ന് വെച്ചു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. 3 ആൾ ആദ്യം തയ്യാറായി വന്നു. ഒരാൾ പറഞ്ഞു വരണ്ടേന്ന് പറഞ്ഞു ഓടി. അവസാനം വന്ന മാറൂത്തിന് മനുഷ്യന്റെ പ്രകൃതി അല്ലാഹു കൊടുത്തു ഭൂമിയിലേക്ക് ഇറക്കി. അവർ ചെയ്യാത്ത തമ്മാടിത്തരം പിന്നെ ഇല്ല. അവർക്ക് വഴങ്ങിയിരുന്ന ഒരു പെണ്ണായിരുന്നു ഈ സഹറ എന്ന് പറയുന്ന പെണ്ണ്. പിന്നീട് അതൊരു പുഷ്പമായി മാറി. ഇങ്ങനെ 13 മനുഷ്യന്മാർ ജീവിതത്തിൽ ചെയ്ത അനർത്ഥങ്ങൾ കൊണ്ട്, തെറ്റുകുറ്റങ്ങൾ കൊണ്ട് ഇവിടെ പല വിധത്തിലുള്ള ജീവികളായി. അതുകൊണ്ട് ഈ പാപങ്ങളെല്ലാം സൂക്ഷിക്കണമെന്നാണ് ഈ ഹദീസിൽ നമുക്ക് നൽകുന്ന പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പൂർണ്ണമായും പാലിച്ച് ജീവിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അർഹമർ റഹീമായ റബ്ബേ, ഈ മഹത്തായ മജ്‌ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാനിന് നല്ല ശക്തി നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഇൽമിൽ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ ഉലൂമുകളെല്ലാം നീ നാഫിയാക്കി തരണേ റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ മുഅ്മിനീങ്ങളെയും നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.